കോഴിക്കോട് മുക്കത്തെ വിദ്യാർത്ഥിനിക്ക് നേരെ വളർത്തുനായ ആക്രമണമുണ്ടായി. മുക്കം മണാശ്ശേരി മുതുകുട്ടി ഉള്ളാട്ടിൽ വിനോദ് മണാശ്ശേരിയുടെ മകൾ അഭിഷ 17 വയസ്സാണ് നായയുടെ കടിയേറ്റത്. അഞ്ജന സുകുമാരൻ ചേരുന്നുണ്ട്. അഞ്ജന, എപ്പോഴായിരുന്നു സംഭവം? ദൃശ്യങ്ങളിൽ ആക്രമണത്തിന്റെ സാഹചര്യം ബോധ്യപ്പെടുന്നുണ്ട്. നായശല്യം ഏറെയുള്ള ഒരു പ്രദേശമാണോ ഇത്? പ്രതീക്ഷ ഇന്നലെ വൈകിട്ടാണ് മുക്കത്ത് ഇതുപോലെ ഒരു വളർത്തുനായ ആക്രമണം ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ ഈ തെരുവുനായകളുടെ ഒക്കെ ഒരു ശല്യമുള്ള പ്രദേശമാണ് ഇവിടെ. പക്ഷെ ഇതിപ്പോൾ വളർത്തുനായയാണ്, അതും റോഡിലേക്ക് ഇറങ്ങിയ വളർത്തുനായയാണ്. റോഡിലൂടെ പോവുകയെന്ന 17 വയസ്സുള്ള വിദ്യാർത്ഥിയെ, മുക്കം സ്വദേശിയായ അഭിഷയെ ഇതുപോലെ കടിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ നായ ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ്. പകൽ സമയത്ത് ഇതിനെ അഴിച്ചുവിടുക പതിവാണ്. അപ്പോൾ അഴിച്ചുവിട്ടപ്പോൾ അത് റോഡിലേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ വൈകിട്ട് സമയത്ത് അതിലൂടെ കോളേജ് വിട്ട് പോവുകയായിരുന്ന കുട്ടിക്ക് നേരെ നായ പാഞ്ഞെടുക്കുകയും കുട്ടിയെ കടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. കുട്ടിക്ക് പരിക്ക് കാര്യമായി ഏറ്റിട്ടുണ്ട്. കാലിനും കൈക്കുമാണ് കുട്ടിക്ക് പരിക്കേറ്റിട്ടുള്ളത്. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വാക്സിനേഷനും മറ്റുമൊക്കെ എടുത്തിട്ടുണ്ട്. ദൃശ്യങ്ങളിലുള്ളത് മറ്റൊരു കുട്ടിയെ ആക്രമിക്കുന്നതാണ്. ഈ കുട്ടിയെ ആക്രമിച്ച നായ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോയി അതിലൂടെ നടന്നു പോവുകയായിരുന്ന മറ്റൊരു കുട്ടിയെ കടിക്കാൻ വേണ്ടി ഓടിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ആ കുട്ടി പെട്ടെന്ന് തന്നെ തൊട്ടടുത്തേക്കുള്ള ഒരു വീട്ടിലേക്ക് ഓടിക്കയറിയതുകൊണ്ട് കുട്ടിക്ക് കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. ഏതായാലും പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഏതായാലും ആ ദൃശ്യങ്ങളിൽ ഉള്ളത്. ഒപ്പം തന്നെ ഈ വീട്ടിലേക്ക് കയറിയ സമയത്ത് വീട്ടിലെ ആളുകൾ പുറത്തേക്ക് വരികയും ഈ നായയെ ഓടിച്ചു വിടുകയുമായിരുന്നു ചെയ്തത്. ഏതായാലും പരിക്കേറ്റ കുട്ടിക്ക് പരിക്ക് ഏതായാലും അല്പം ഗുരുതരമായതിനെ തുടർന്ന് തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങളിൽ നിന്നുള്ളത് ഈ നായ കടിക്കാൻ ഓടിക്കുന്ന ദൃശ്യങ്ങളാണ്. മറ്റൊരു കുട്ടിയുടേതാണ് ദൃശ്യങ്ങൾ. ഏതായാലും പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്.